Hello everyone, my name is Jofina and welcome back to my channel. ഇന്ന് ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ധാരാളം ഡെസ്റ്റിനേഷൻസ് ഓപ്ഷൻ ആക്കി വെച്ച് നമ്മുടെ ട്രാവൽ ടൈമും ഫ്ലൈറ്റ് കോസ്റ്റും ഓവറോൾ കൺവീനിയൻസും കമ്പയർ ചെയ്താണ് മലേഷ്യയിൽ ഞങ്ങൾ അവസാനം എത്തിയത്. മലേഷ്യയിൽ നമ്മൾ സർപ്രൈസ് ചെയ്ത ഏറ്റവും വലിയ എലിമെന്റ് ഇവിടുത്തെ ആളുകൾ തന്നെയാട്ടോ. നമ്മളെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വരുന്നതിന് മുന്നേ ഡ്രൈവർ എന്നെ ഫോണിൽ വിളിച്ച് തമിഴിൽ സംസാരിച്ചു. ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം നല്ല തമിഴിൽ തിരിച്ച് റിപ്ലൈ ചെയ്യാ. ആള് മുന്നിലെത്തിയപ്പോ ഒന്ന് സർപ്രൈസ് ആയിപ്പോയി. ആള് കാണാൻ തനി ചൈനക്കാരന്റെ പോലെ. പിന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ആളുടെ അച്ഛൻ ചൈനീസും അമ്മ ഇന്ത്യനുമാണ്. ആ ഒരു സിംഗിൾ ഇന്ററാക്ഷൻ ആണ് നമ്മളെ മലേഷ്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഡിഫറെന്റ് ലാംഗ്വേജസ് നമുക്ക് കേൾക്കാൻ പറ്റി. എമീലയുടെ രണ്ട് സൈഡിലത്തെയും ഗ്രാൻഡ് പാരന്റ്സ് ഉള്ള കാരണം കുറച്ചും കൂടെ ട്രിപ്പ് കൺവീനിയന്റ് ആക്കാൻ ഞങ്ങള് ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്ന് പറയുന്നൊരു ട്രാവൽ ഏജൻസി ത്രൂ ആണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കോലലംപൂരിൽ ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു, എന്തൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് കാണാൻ നിങ്ങളെയും ഞാൻ ഞങ്ങളുടെ കൂടെ കൂട്ടുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എക്യൂറിയ KLCC ആണ്. രാവിലെ 10 മണിക്കാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം. അപ്പം തന്നെ ഞങ്ങൾ എത്തിയ കാരണം വലിയ റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. മലേഷ്യ ഇന്ത്യയേക്കാൾ ഏകദേശം 2.5 മണിക്കൂർ മുന്നിലാണ്. പക്ഷെ നമുക്ക് ടൈം അഡ്ജസ്റ്റ്മെന്റ് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഈ ഒരു എക്യൂറിയത്തിന്റെ ഉള്ളിൽ കയറുമ്പോൾ വേറൊരു മാജിക്കൽ വേൾഡിൽ എത്തിയ ഒരു ഫീലാണ്. അറ്റ്മോസ്ഫിയർ ഭയങ്കര പീസായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ, എങ്ങനെ ബ്ലൂ ലൈറ്റിംഗ് ഒക്കെ ആക്കി ശരിക്കും നമ്മളൊരു അണ്ടർ വാട്ടർ വേൾഡിൽ എത്തിയ ഒരു ഫീൽ. പല പല ഫിഷിനെയൊക്കെ കണ്ട് അവരുടെ കളേഴ്സും സൈസും ഒക്കെ ഒബ്സർവ് ചെയ്ത് എപ്പോഴും നമുക്കൊരു ഫാസിനേറ്റിംഗ് സ്ഥലമാണ് അക്വേറിയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര വെയിറ്റ് ഉണ്ടാവും? ഇനിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. എല്ലാവരും ഒരേപോലെ പറയുന്ന 360 ഡിഗ്രി അണ്ടർ വാട്ടർ ടണൽ. ഇവിടെ കൊറേ സ്റ്റിംഗ്രേ ഉണ്ട്. വാവ്, കുഞ്ഞി പ്രാവ് പറക്കണ പോലെ. എടാ സ്റ്റിംഗ്രയുടെ ചെറുത് നോക്കിയടാ, കുഞ്ഞ്. ഇതാണ് മറ്റേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്രൊക്കഡൈൽ ഹണ്ടർ ആയിട്ട് ഒരാളുണ്ടായിരുന്നു, സ്റ്റീവ് ഇർവിങ്. നേരത്തെ ആമ അനങ്ങണ്ടായില്ല. ഈ ഒരു ടണലിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടല്ലോ, ശരിക്കും ഓഷനിൽ എത്തിയ ഫീലാണ്. ചുറ്റും ഗ്ലാസ്, അതിന്റെ മേലെ ഒരു മെറൈൻ ലൈഫ് ഫ്രീലി മൂവ് ചെയ്യുന്നു. ഹോണസ്റ്റ്ലി ഇറ്റ് ലിവ്സ് അപ് ടു ദ ഹൈപ്പ്. കുഞ്ഞ് സ്റ്റിംഗ്രേനെ കാണാൻ കൊള്ളാല്ലേ. ശരിക്കും ഏതോ ബേർഡ്സ് ഒക്കെ പറന്നു പോണ പോലെ കാണുമ്പോ. ഇത് ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് മാറാണ്. ഇതോടുകൂടെ അവസാനിച്ചില്ല, ഇനിയും കുറെ സോൺസ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ജെല്ലി ഫിഷ് ആയിക്കോട്ടെ, സീ ഹോഴ്സ് ആയിക്കോട്ടെ, ഇനിയും കാണാൻ കുറെ കിടക്കുന്നു. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് മലേഷ്യയുടെ ഒരു ഫേമസ് ഐക്കോണിക് ലാൻഡ്മാർക്കാണ് ബാത്തു കേവ്സ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ അറ്റൻഷൻ പോകുന്നത് ഈ ലോർഡ് മുരുകന്റെ മാസീവ് ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റാച്യൂലോട്ടാണ്.
മലേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപമാണിത്. ഏകദേശം 42 മീറ്റർ ഹൈറ്റ് ആട്ടോ ഇതിനുള്ളത്. അതിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ആ ഒരു ഹൈറ്റും ഭംഗിയും നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ബാത്തു കേവ്സ് ഒരു ഇമ്പോർട്ടന്റ് ഹിന്ദു പിൽഗ്രിമേജ് സൈറ്റ് ആണ്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ മുരുകന്റെ സ്റ്റാച്ചുയുടെ തൊട്ടപ്പുറത്ത് തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് കാണാൻ പറ്റും. ഇത് കേറിയാലാണ് നമ്മൾ മെയിൻ കേവ് ടെമ്പിളിലെത്തുക. ഞങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ സ്റ്റോപ്പ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് സ്റ്റെപ്സ് ഒന്നും കേറിയില്ല. ഒരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ കുറെ കുഞ്ഞ് ടെമ്പിൾസ് ഉണ്ട് താഴെ തന്നെ. അതൊക്കെ കേറി ഇവിടുത്തെ സറൗണ്ടിങ്സ് ഒക്കെ കണ്ട് നമ്മളിവിടെ എൻജോയ് ചെയ്തു. കുറെ പ്രാവുകൾ കാണായിരുന്നു കേട്ടോ. അത് വേറൊരു സ്പെഷ്യൽ അട്രാക്ഷൻ ആയിരുന്നു. എമീലിയനെ ഇതിന്റെ ഇടയിൽ കൂടെ ഓടിപ്പിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞങ്ങൾ നോക്കിയെങ്കിലും എമീലിയൻ കോപ്പറേറ്റ് ചെയ്തില്ല, പ്രാവുകളും കോപ്പറേറ്റ് ചെയ്തില്ല. ഓവറോൾ ഒരു കാം ആൻഡ് കളർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ബാത്തു കേവ്സ്. Now we are heading to our next destination. മലേഷ്യ ഒരു ഗ്രീൻ കൺട്രി ആട്ടോ. ഇവിടുത്തെ വെതറും യൂഷ്വലി വാം ആണ്. ഇപ്പൊ ഞങ്ങൾ ബാത്തു കേവ്സിൽ നിന്നപ്പോ തന്നെ അത്യാവശ്യം നമുക്ക് ചൂടെടുക്കുകയും വേർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിനെ പോലെ തന്നെ ഒരു വെതറായിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. ഞങ്ങളിപ്പോ പോകുന്നത് ജെൻഡിങ് ഐലൻഡ് എന്ന് പറയുന്ന മലേഷ്യയിലെ ഒരു ഫേമസ് ഹിൽ റിസോർട്ടിലേക്കാണ്. അവിടേക്ക് നമുക്ക് കേബിൾ കാർ വഴി പോവാം. ആ ഒരു ഓപ്ഷനാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ ഈ ലോവർ കേബിൾ കാർ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് 6 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മലേഷ്യക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി വന്ന ആൾക്കാർ നമ്മളോട് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്ത് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം എന്ന് പറഞ്ഞ സ്ഥലമാണ് ജെൻഡിങ് ഐലൻഡ്. അവിടെ എന്താ ഉണ്ടാവാൻ പോണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കേബിൾ കാറിൽ കയറാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആട്ടോ മുഖത്ത് കാണാൻ പറ്റുന്നത്. ഞങ്ങള് കേബിൾ കാർ കയറി മലമുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങി. ലുക്ക് അറ്റ് ദിസ് അമേസിംഗ് വ്യൂ. ഞങ്ങൾക്ക് ചുറ്റും മൗണ്ടൻസും ബ്യൂട്ടിഫുൾ റെയിൻ ഫോറസ്റ്റും ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ കേബിൾ കാർ റൈഡ് ശരിക്കും എൻജോയ് ചെയ്തു. ജെൻഡിങ് ഐലൻഡിലേക്കുള്ള റോഡുകളാണ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഒരിക്കലെങ്കിലും ഈ ഒരു കേബിൾ കാർ റൈഡ് എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിൽ നിന്നുള്ള വ്യൂസ് അബ്സല്യൂട്ട്ലി ബ്രെത്ത് ടേക്കിംഗ് ആണ്. നമ്മൾ ശരിക്കും റെയിൻ ഫോറസ്റ്റിന്റെ മേലെ പറക്കുന്ന പോലെയായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അതുപോലെ ഇത് അത്ര പേടിക്കാനൊന്നുമില്ല. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു, ഒപ്പം റിലാക്സിംഗും ആയിരുന്നു. ഇനി പതുക്കെ പതുക്കെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ കൂടുതൽ ബിൽഡിങ്സ് അവിടെ കാണാൻ പറ്റും. മലമുകളിലുള്ള ഒരു ചെറിയ സിറ്റി, അങ്ങനെയാണ് ഈ ജെൻഡിങ് ഐലൻഡ് അറിയപ്പെടുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് കുറെ ഹോട്ടൽസും ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്ഡോർ തീം പാർക്സ് എല്ലാം ആണ്. ഇവിടെ എത്തിയപ്പോ തന്നെ കേട്ടോ ഇവിടെ എന്തൊക്കെ കാണാൻ പോകുന്നതെന്ന് ഞങ്ങൾ കണ്ടത്. അപ്പൊ ഇതിന് താഴെ ഒരു ഔട്ട്ഡോർ തീം പാർക്കാണ്. ശരിക്കും അവിടെ കുറെ റൈഡ്സില് ആളുകൾ ഓളിയിടുന്ന ബഹളവും അവിടെ എന്തൊക്കെ അവര് ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഞങ്ങളുടെ സ്മൂത്ത് ആയിട്ടുള്ള കേബിൾ കാർ റൈഡ് അവസാനിച്ച് ഞങ്ങളിപ്പോ ടോപ്പ് സ്റ്റേഷനിലേക്ക് പതുക്കെ എത്തുകയാണ്. ഇവിടെ എത്തിയപ്പോ ഞങ്ങള് അടുത്ത വണ്ടർ അടിച്ച് നിൽക്കാണ്. ഒരു പീസ്ഫുൾ മൗണ്ടൻ കേബിൾ കാർ റൈഡ് കഴിഞ്ഞ് അവസാനം പിന്നെയും ഒരു ബിസി വേൾഡിലാണ് കയറാൻ പോകുന്നതെന്ന് ഇവിടേക്ക് കേറുന്ന വരെ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാൾ. ഇവിടെ നിന്ന് എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞങ്ങൾ അവിടെ കുറച്ചേരം ആലോചിച്ചിരുന്നു. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് നമുക്ക് ലഞ്ച് ആണല്ലോ മുഖ്യം എന്ന് വിചാരിച്ച് ഗൂഗിൾ മാപ്പില് ഒരു അത്യാവശ്യം റേറ്റിംഗ് കണ്ട ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു പിടിക്കാട്ടോ. ആ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയ ഇൻഡോർ തീം പാർക്കാണ്. ബ്രൈറ്റ് ലൈറ്റ്സും
വൈബ്രന്റ് കളേഴ്സും ഫൺ റൈഡ്സും ഒക്കെ ആയിട്ട് അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലും. അഡൽട്സിനും പിള്ളേർക്കും പറ്റിയ റൈഡുകൾ കുറേ കണ്ടു. അവിടുത്തെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് പതുക്കെ പതുക്കെ നടന്നു നീങ്ങിയപ്പോഴാണ് വേറൊരു സംഭവം ഞങ്ങൾ കണ്ടത്. കാസിനോ. മലേഷ്യയില് ലീഗലായിട്ട് ലാൻഡ് ബേസ്ഡ് കാസിനോ ഈ ഒരു ജന്നിങ് ഐലൻഡിൽ മാത്രമേ ഉള്ളൂ. എമീലിയനെ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ച് ഞങ്ങള് വേഗം ഈ കാസിനോട് ഉള്ളിൽ കയറി. ക്യാമറ അവിടെ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഈ പുറത്ത് കണ്ടതൊന്നും തിരക്കല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തോരം ജനങ്ങളാണ് അതിന്റെ ഉള്ളിലിരുന്ന് കളിക്കുന്നതെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ കാസിനോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. അച്ഛനും അമ്മയും US പോയപ്പോ ലാസ് വേഗസിൽ പോയ ആൾക്കാരാണ്. അവര് പറഞ്ഞിരുന്നു ഇതൊരു അടിപൊളി അനുഭവമാണ്. പക്ഷെ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയി. എന്തായാലും നമ്മുടെ മെയിൻ ലക്ഷ്യം ലഞ്ച് ആയതുകൊണ്ട് നമ്മുടെ ചൈനീസ് റെസ്റ്റോറൻറ്റിലെത്തി ലഞ്ച് കഴിച്ചു. ഈ റെസ്റ്റോറന്റിന്റെ പുറത്ത് നോക്കിയുള്ള വ്യൂ ആണിത്. കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നേച്ചർ. ഉള്ളില് തിക്കും തിരക്കും ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുറത്ത് ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നത് തന്നെയായിരിക്കും ജന്നിങ് ഐലൻഡിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുഡ് കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് മലേഷ്യയില് ഒരു കൾച്ചറൽ പെർഫോമൻസ് ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത്. അപ്പൊ അത് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ ബായ് പറഞ്ഞ് ഇറങ്ങാം കേട്ടോ. എത്ര സമയം വേണമെങ്കിലും ഈസിലി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി. ആ മലയുടെ അറ്റത്ത് കാണുന്ന ടെമ്പിൾ ആണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്, ചിൻസ്വി കേവ് ടെമ്പിൾ. നമ്മുടെ ഈ കേബിൾ കാറിൽ ഇടയ്ക്ക് വരുന്ന ഒരു സ്റ്റേഷൻ ആട്ടോ ഇത്. ഇവിടെ നിന്ന് ഒരു 8-9 എസ്കലേറ്റർ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ ടെമ്പിളിൽ എത്താൻ. അച്ഛനും അമ്മയൊക്കെ കുറെ കൗണ്ട് ചെയ്തതാണ്. ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, 8 ആണോ 9 ആണോ എന്ന്. നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അത്യാവശ്യം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് മലേഷ്യ. വേൾഡിലെ പല പല രാജ്യത്തു നിന്നുള്ള ആളുകളെ നമ്മളിവിടെ കണ്ടിട്ടോ. ഈ ചിൻസ്വി ടെമ്പിൾ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ഇവിടെ ബുദ്ധയുടെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ട്, പ്രെയർ ഹാൾസ് ഉണ്ട്, പിന്നെ ഒരു മ്യൂസിയം പോലത്തെ ഒരു റൂം ഉണ്ടായിരുന്നു. അതുപോലെ ചുറ്റും മൗണ്ടൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള ഏരിയയും കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ടല്ലോ. ഈ ഒരു ലോട്ടസ് ഫ്ലവറിന്റെ താഴെ കുറെ കോയിൻ ഇട്ട് കണ്ടു. ബെല്ലടിച്ചു കഴിഞ്ഞ് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ച അത് നടക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു തന്നെയായിരുന്നു കേട്ടോ ബുദ്ധയുടെ. അതുപോലെ തന്നെ ഈ ഒരു ലോട്ടസ് വാട്ടർ ഫൗണ്ടനും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഇടയ്ക്ക് കതിന പൊട്ടിക്കുന്ന സൗണ്ടും നമ്മൾ കേട്ടിരുന്നു കേട്ടോ. അത് ഇവരുടെ വല്ല വഴിപാടങ്ങാനായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മലേഷ്യയിലെ വേറൊരു ഹൈലൈറ്റ് ആയിരുന്നു ഡൂറിയൻ എന്ന് പറയുന്ന ഫ്രൂട്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞങ്ങളത് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ അതിന്റെ സ്മെല്ല് കാരണം ഞങ്ങൾക്ക് അതിന്റെ അടുത്ത് പോകാനും കൂടെ പറ്റിയില്ല. പകരം ഞങ്ങൾ ഡൂറിയന്റെ ഒരു ഐസ്ക്രീമാണ് ട്രൈ ചെയ്തത്. കഴിച്ചപ്പോഴേ ഞാനത് തുപ്പിക്കളഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് മൊത്തം കഴിച്ച് തീർത്തത് എൻ്റെ മകളാണ്. എങ്ങനെ ആ കുട്ടിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഡൂറിയൻ കുറെ ആളുകളുടെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ട് ആട്ടോ. ഇന്നത്തെ ദിവസം ഏകദേശം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാറായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുറത്ത് ഇപ്പോഴും ലൈറ്റ് ഉണ്ടല്ലോ എന്ന്. ഇവിടുത്തെ സൺസെറ്റ് വരുന്നത് 7 മണി കഴിഞ്ഞാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേബിൾ കാർ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡിന്നർ സ്പോട്ട് പിടിക്കാൻ പോവാ. റോഡ്സ് എല്ലാം ഇവിടെ വെൽ ഓർഗനൈസ്ഡ് ആണ്. ഞങ്ങളുടെ ഡ്രൈവറാണ് ഞങ്ങൾക്ക് ഈ ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തി തന്നത്. ഇവിടുത്തെ മലേഷ്യൻ കുസിനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മെയിൻ ഹൈലൈറ്റ് ഈ റൊട്ടി ടിഷ്യൂ ആയിരുന്നു. നമ്മുടെ ഈ പൊറോട്ടയുടെ സെയിം മാവ്, പക്ഷെ ഭയങ്കര തിന്നാൻ ക്രിസ്പി ആയിട്ട് ഈ വലുപ്പത്തിൽ പരത്തി എടുത്തേക്കാം. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് അവർ വെച്ചിരിക്കുന്നത് മിൽക്ക് മെയ്ഡും. അപാര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളും കാഴ്ചകളുമായി വേറൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യണേ. ബൈ ബൈ, ടേക്ക് കെയർ.